ഓം സുഷുമ്ന. നവരാത്രിയുടെ ഈ പുണ്യമായ 2-ാം ദിവസം ദിവ്യമാതാവിനെ ദേവി ബ്രഹ്മചാരിണിയായി ആരാധിക്കുന്നു. ഈ പേരിൻ്റെ അർത്ഥം തന്നെ അച്ചടക്കത്തിൻ്റെയും സ്ഥിരതയുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവൾ എന്നാണ്. ഓരോ അന്വേഷകനും വളർത്തിയെടുക്കേണ്ട ഗുണം അമ്മ ഉൾക്കൊള്ളുന്നു. അവ തപസ്സും ദൃഢനിശ്ചയവും സ്ഥിരതയുമാണ്. ഒരു യോഗിയുടെ സാധന ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ട്. അതിനാൽ ഈ ഗുണങ്ങളെല്ലാം നമുക്ക് ഒരു നിമിഷം സുചിന്തനം ചെയ്യാം. പക്ഷേ ആ പാതയിലൂടെ നടക്കാൻ ദൃഢനിശ്ചയം അത്യാവശ്യമാണ്. എന്ത് തടസ്സങ്ങളുണ്ടായാലും സ്വന്തം സാധനയെ ഓർമ്മിപ്പിക്കാനുള്ള ശക്തിയാണ് ദൃഢനിശ്ചയം. സാധനയും ദൃഢനിശ്ചയവും സ്വാഭാവികമായും സ്ഥിരതയിലേക്ക് നയിക്കും. നമ്മുടെ സ്വന്തം ആത്മീയ യാത്രയിൽ സാഹചര്യങ്ങൾ നമ്മെ പാതയിൽ നിന്ന് അകറ്റുന്നതായി തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. എന്നാൽ അത്തരം സമയങ്ങളിൽ ദേവി ബ്രഹ്മചാരിണി ശക്തമായ ഇച്ഛാശക്തിയും വിശ്വസ്തതയും ഓർമ്മിപ്പിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകളുടെ കാറ്റ് നമുക്ക് നേരെ ആഴത്തിൽ വീശുമ്പോൾ പോലും സാധനയുടെ ജ്വാലയിൽ മുറുകെ പിടിക്കുന്നത് ദേവിയുടെ ഊർജ ശരീരത്തിലെ സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ സജീവമാക്കലിനെ പ്രതിനിധീകരിക്കുന്നു. ഈ ചക്രം ഉണരുമ്പോൾ അന്വേഷകൻ്റെ അവബോധം ഉള്ളിലേക്ക് തിരിയുന്നു. അച്ചടക്കവും വ്യക്തതയും ശക്തിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭക്തിയോടെയും സമർപ്പണത്തോടെയും ഇരിക്കുക. ദിവ്യമാതാവിൻ്റെ ശക്തി ഉണർത്തുന്നതിലൂടെ വിശുദ്ധിയും ദൃഢനിശ്ചയവും സമാധാനവും ഒഴുകാൻ അനുവദിക്കുക.